ഇത്രയേറെ ദളിത് സംഘടനകളുള്ള വേറൊരു സ്ഥലവും ഉണ്ടാവില്ല. കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനമാണ്. ഇപ്പോൾ ദളിതരുടെ ഭാഗത്തുനിന്ന് എഴുത്തുകാരും അതുപോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്നെങ്കിലും പക്ഷേ ഒരു ഒരു നല്ല രീതിയിലുള്ളൊരു നേതൃത്വത്തെ ഞാൻ കാണുന്നില്ല. ഇപ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ് ആദിവാസികൾക്ക് ഭൂമി കിട്ടിയേ പറ്റൂ, കൊടുത്തേ തീരുമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു സവർണൻ്റെ പക്ഷത്ത് നിന്നാണ് ശരിക്കും ഗാന്ധി വരുന്നത്. കാരണം ഒരു ദളിതനെ അല്ലെങ്കിൽ ഒരു ആദിവാസിയെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു സവർണന് കഴിയില്ല എന്നാണ് ഇപ്പം അനന്തമൂർത്തി സാറ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കറുടെ കാലം മുതലേ ഈ പ്രശ്നമുള്ളതാണ്. ഇപ്പോൾ പലരും പറയുന്ന പോലെ അല്ലെങ്കിലും ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് അംബേദ്കർ ഭയങ്കരമായിട്ട് പണിപ്പെട്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഈ ഡിപ്രസ്ഡ് ക്ലാസ് എന്നുള്ളതിൽ ഉള്ള നിർവചനത്തിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ട്രൈബിനെ അദ്ദേഹം കണ്ടിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെ ഏകദേശം പിന്നീട് ആ നിലപാട് തന്നെ തുടർന്നു വന്നു. ആദിവാസികൾ വേറെയും ദളിതർ വേറെയുമായിട്ട്. അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ അതിനൊരു മാറ്റം നമ്മൾ കാണുന്നത് ഈ മുത്തങ്ങ സമരത്തിലാണ്. മുത്തങ്ങ സമരത്തിൽ യഥാർത്ഥത്തിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് ഗീതാനന്ദനും ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജാനുവും, അതിൽ തന്നെ ആദിവാസി വിഭാഗത്തിന് ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. കാരണം ഇപ്പോൾ ഗീതാനന്ദൻ തന്നെ പല ഘട്ടങ്ങളിലും ഈ സമരത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ പല തീരുമാനങ്ങളും എടുക്കുന്നത് ജാനുവാണെന്നും പറയുന്നുണ്ട്. അപ്പം അത് ജാനുവിൻ്റെ ആത്മകഥയിലും ഈ കാര്യം തന്നെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് വന്നതെങ്കിലും ഇപ്പോൾ ഈ അവസാനം ഉണ്ടായിട്ടുള്ള ഈ ജാനുവിൻ്റെ NDA പ്രവേശവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വൈരുദ്ധ്യങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു പ്രതീക്ഷ ഇനി ആ രീതിയിലില്ല. അല്ലാതെ ഇനിയിപ്പോൾ എന്തായാലും കേരളത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും നമ്മൾ ഇന്ത്യയുടെ മൊത്തം പെർസ്പെക്റ്റീവിലല്ലാതെ കേരളത്തിൻ്റെ കാര്യത്തിലെടുക്കുകയാണെങ്കിൽ ഈ രണ്ട് വിഭാഗങ്ങളും കൂടി ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഒരു പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശരിക്കും ഇപ്പോൾ നമ്മൾ വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് മാറാൻ കഴിയും. കാരണം പണ്ടത്തെ ഒരു പെർസ്പെക്റ്റീവ് അല്ലല്ലോ ഇപ്പോൾ. കാരണം നമ്മളൊരു 60കളിലും 70കളിലും 80 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വളരെ നമ്മളൊക്കെ എല്ലാവരും മുന്നിട്ട് വിശ്വസിച്ചിരുന്നത് ഈ ഈ ഈ ഈ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ ഭരണകൂടത്തെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ പാവപ്പെട്ടവർക്ക് നീതി കിട്ടുക എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ ലോകത്ത് നിന്ന് ഇല്ലാതെയായി. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കാണുന്നത് ജനാധിപത്യത്തിൻ്റേതായ ഒരു വഴിയിലാണ്. കാരണം ജനാധിപത്യത്തിൽ ഈക്വൽ ഷെയറിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് ആധുനിക കാലത്ത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കേരളത്തിൽ ദളിതരും ആദിവാസികളും, കാരണം
ആദിവാസികൾ എന്ന് പറയുന്നത് അംഗസംഖ്യ കൊണ്ട് വളരെ ചുരുങ്ങിയൊരു വിഭാഗമേ ഉള്ളൂ. ദളിതർ അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ അവരൊരു വിശാലമായ, ഇപ്പോൾ ഒരു ഡിപ്രസ്ഡ് ക്ലാസ് എന്നുള്ള കീഴാള ജനവിഭാഗം എന്നുള്ള നിലയിൽ ഈ രണ്ട് വിഭാഗങ്ങളും ഭയങ്കരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ വിശാലമായ ഒരു ഐക്യം, ജനാധിപത്യപരമായ ഒരു ഐക്യവും അതിൻ്റെ മുന്നേറ്റങ്ങളും കേരളത്തിൽ വളരെ അനിവാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ ദളിത് നേതൃത്വത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം ഇത്രയേറെ ദളിത് സംഘടനകളുള്ള വേറൊരു സ്ഥലവും ഉണ്ടാവില്ല. കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനമാണ്. അത് അവർ തമ്മിലൊന്നും പരസ്പരം ഒരു തരത്തിലുമുള്ള ഒരു യോജിപ്പുകളും ഇല്ലയെന്ന് മാത്രമല്ല, എല്ലാവരും പറയുന്നത് ദളിതരുടെയും ആദിവാസികളുടെയും ഒക്കെ ഉന്നമനമാണ്, അല്ലെങ്കിൽ കീഴാള ജനതയുടെ ഉന്നമനമാണെങ്കിലും അവരൊന്നും ഒരു കാര്യത്തിലും ഒന്നിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ ഇത് പരസ്പരം കുറ്റപ്പെടുത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളത്തി പോരാട്ടം നടത്താനും അല്ലാതെ യഥാർത്ഥത്തിൽ വിശാലമായ ഒരു ഐക്യത്തിലേക്ക് ഈ ജനതയെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള നേതൃത്വം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ദളിതരുടെ ഭാഗത്തുനിന്ന് എഴുത്തുകാരും അതുപോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്നെങ്കിലും പക്ഷേ ഒരു നല്ല രീതിയിലുള്ളൊരു നേതൃത്വത്തെ ഞാൻ കാണുന്നില്ല. പിന്നെ ഇപ്പോൾ സി കെ ജാനു ഒക്കെ ഉണ്ടെങ്കിലും ജാനുവിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. മറിച്ച് ഇപ്പോൾ കെ അമ്മിണിയെ പോലെയൊക്കെയുള്ള കുറച്ച് ആളുകൾ ഈ ആദിവാസി മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് ആദിവാസി സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വരുന്നത് വളരെ ആശ്വാസകരമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എങ്കിലും വിശാലമായ ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു ദളിത് ആദിവാസി മുന്നേറ്റവും ഒപ്പം തന്നെ അതിൻ്റെ നേതൃത്വവും ഇനിയും ഉയർന്നു വരേണ്ടതായിട്ടാണുള്ളത്. എന്തെങ്കിലുമല്ല, സമീപഭാവിയിൽ തന്നെ സാധ്യമാവും. കാരണം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്കറിയാം, നമ്മൾ പിന്നെ ഇവരുടെ ഈ ഇപ്പോൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള ഈ കറുത്തവരുടെ മുന്നേറ്റങ്ങൾ തന്നെ. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയൊക്കെ എന്തൊക്കെ തരം ഡ്രോബാക്ക് ഉണ്ടെങ്കിലും ഏതായാലും നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ അവിടെയൊക്കെ വളരെ അതിശക്തമായ രീതിയിൽ ഉയർന്നു വരാനും അതുപോലെ പിന്നെ സാമൂഹ്യനീതിക്കായിട്ട് പൊരുതാനും കഴിഞ്ഞു. പിന്നെ അഴിമതി അതുപോലുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മായാവതിയുടെ മുന്നേറ്റമൊന്നും അത്ര ചെറുതല്ല. കാരണം ഒരു ദളിത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ 4 വട്ടം മുഖ്യമന്ത്രിയാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതല്ല. പിന്നെ അവർ വരുത്തി തീർത്തിട്ടുള്ള ഇപ്പോഴടക്കം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തങ്ങൾ ഓർത്താൽ നമുക്കതിനെ പിന്തുണയ്ക്കാനും കഴിയില്ല. പക്ഷേ എങ്കിലും ഈ സമീപ ഭാവിയിലെങ്കിലും ഈ മനുഷ്യർക്ക് ഈ തുല്യ പ്രാതിനിധ്യം എന്ന് പറയുന്ന സംഗതി കൊടുത്തേ മതിയാവും. കാരണം ഈ ആദിവാസികൾക്ക്, ഞാൻ ഈ ആദിവാസി ഭൂമിയെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, ആദിവാസികൾക്ക് ഭൂമി കിട്ടിയേ പറ്റൂ, കൊടുത്തേ തീരുമെന്ന്. അതുപോലെ തന്നെയാണ് സാമൂഹ്യനീതി എന്ന് പറയുന്നത്. എന്തായാലും ഈ ജനവിഭാഗത്തിന് കിട്ടിയേ പറ്റൂ. അത് ഇപ്പോൾ കൈയടക്കി വച്ചിരിക്കുന്ന വിഭാഗം അത് നൽകിയേ മതിയാവും. അത് ഞാനിപ്പോൾ വലിയ കൺഫ്യൂഷനിലാണ്. കാരണം നമ്മൾ ഗാന്ധിയെ വായിക്കുമ്പോൾ, ഗാന്ധിയെപ്പറ്റി പഠിക്കുമ്പോൾ, ഗാന്ധി സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ വളരെ പ്രധാനമായിട്ട് അയിത്തോച്ചാടനത്തെയും എടുത്തിട്ടുണ്ട്. പിന്നെ അംബേദ്കറെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അംബേദ്കർ ഈ ഒരു വിഷയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അദ്ദേഹം ബാക്കിയെല്ലാം അതിൻ്റെ ഇപ്പോൾ രാഷ്ട്രീയം പോലും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പോലും അദ്ദേഹം പ്രധാനമായിട്ട് എടുത്തിട്ടില്ല. സാമൂഹ്യനീതിയാണ് അദ്ദേഹം പ്രധാനമായിട്ട് എടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു സവർണൻ്റെ പക്ഷത്ത് നിന്നാണ് ശരിക്കും ഗാന്ധി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം അനുഭവിക്കുന്നതല്ല.
അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ യു ആർ അനന്തമൂർത്തിയൊക്കെ പറഞ്ഞതുപോലെ, കാരണം ഒരു ദളിതനെ അല്ലെങ്കിൽ ഒരു ആദിവാസിയെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു സവർണന് കഴിയില്ല എന്നാണ് ഇപ്പം അനന്തമൂർത്തി സാറ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നോക്കുമ്പോൾ അംബേദ്കറുടേത് നമുക്ക് മഹത്തായ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് മഹത്തായ മുന്നേറ്റമായിട്ട് മുന്നേറ്റമായിട്ട് നമ്മൾ സമ്മതിക്കണമെങ്കിലും മഹാത്മാഗാന്ധിയുടെ ഈ ഇതിലുള്ള ആത്മാർത്ഥതയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയോ നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ല. കാരണം അന്നത്തെ കാലത്ത് അയിത്തോച്ചാടനത്തെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം, അത് മാത്രമല്ല അംബേദ്കറുമായിട്ടുള്ള കൺഫ്രണ്ടേഷന് ശേഷമാണ് ശരിക്കും ഗാന്ധിക്ക് തന്നെ ഈ പ്രശ്നത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നത്. അതിനുശേഷം ഇപ്പോൾ പൂന പാക്റ്റിനൊക്കെ ശേഷം അംബേദ്കറേക്കാൾ കൂടുതൽ ഗാന്ധിയാണ് മാറിയിട്ടുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഗാന്ധിയെ അംബേദ്കറേക്കാളും ചെറുതായിട്ടോ വലുതായിട്ടോ കാണേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ രണ്ടുപേരും, പ്രത്യേകിച്ച് അംബേദ്കറും ഗാന്ധിയായിട്ടുള്ള ആ സംവാദത്തിന് ശേഷം ഗാന്ധിയിൽ ഭയങ്കരമായ മാറ്റം വരുന്നുണ്ട്. അത് എന്തായാലും അത് മാത്രമല്ല, മഹാത്മാഗാന്ധി ആ കാലത്ത് ഭാര്യയുടെ പോലും എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഒരു ദളിത് കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ താമസിപ്പിക്കുന്നുണ്ട്. അതുപോലെ അവരുപയോഗിക്കുന്ന പിന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഭാര്യ വിസമ്മതിക്കുമ്പോൾ ഇദ്ദേഹം നേരിട്ട് പോയിട്ട് അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് താഴ്ത്തി പറയാൻ പറ്റുക? താഴ്ത്തി പറയാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അവർ രണ്ടുപേരും തന്നെ ഈ രംഗത്ത് മഹത്തായ, എന്തായാലും ഗാന്ധിയെപ്പോലെ അന്ന് മറ്റൊരാളില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ അംബേദ്കറെ നമ്മൾ മഹാനായി കാണുമ്പോൾ തന്നെ ഈ മറ്റ് സമൂഹങ്ങളിൽ നിന്നിപ്പോൾ ഞാൻ പറയട്ടെ, നെഹ്റുവോ അല്ലെങ്കിൽ പട്ടേലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരാളും തന്നെ ഗാന്ധിയെപ്പോലെ ഈ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടില്ല. അപ്പോൾ അവരുമായിട്ടാണ് ഗാന്ധിയെ കമ്പയർ ചെയ്യേണ്ടത്, അല്ലാതെ അംബേദ്കറുമായിട്ടല്ല ഗാന്ധിയെ കമ്പയർ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം.